ജൂലൈ 11 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേന്ന് വെച്ചാൽ CBIയുമായി ബന്ധപ്പെട്ടാണ്. വെസ്റ്റ് ബംഗാളിൽ CBIയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആരോപണങ്ങൾ ഉണ്ട്. അത് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി CBIക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ, അതായത് CBIക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ CBIനെ കുറിച്ച് മുന്നേയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് CBIയുടെ റോൾ എന്താണ് ഇവിടുത്തെ ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതായത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ അവിടെ സുപ്രീം കോടതിയിൽ എന്ത് ഫയൽ ചെയ്തിട്ടുണ്ട്? CBIക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് CBI ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിന് മേലെ കടന്നു കയറുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓവർറീച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്, അതായത് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ മുകളിലേക്ക് കയർന്നിട്ടാണ് CBI പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് CBI എന്ന് നമ്മൾ കോമൺലി വിളിക്കുന്നത്. ഇതിനെതിരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള കേസ് കൊടുത്തുള്ളത്. അതായത് സംസ്ഥാനത്തിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ CBI സംസ്ഥാനങ്ങളിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു, സംസ്ഥാനങ്ങളിൽ കേസന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കണമെങ്കിൽ CBI എന്താണ്, അതിൻ്റെ അധികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിനെ കാരണം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് CBI എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും യൂണിയൻ ഗവൺമെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് വ്യൂ പോയിന്റ് നോക്കുമ്പോൾ CBI ഉപയോഗിച്ച് നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള അടിയാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഒഫൻസുകളുണ്ട്. ഇത്തരത്തിൽ ഒഫൻസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBI, അതായത് ആദ്യം ഒരു കറപ്ഷൻ പ്രിവെൻഷൻ ഏജൻസി ആയിട്ട് വന്നത്, പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത മറ്റ് ക്രൈം കേസുകളും മറ്റുമൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് DSPA ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇത് പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഒരു CBI എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സെക്ഷൻ 4, അതായത് DSPA ആക്ട് സെക്ഷൻ 4 പ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള ഒഫൻസുകളാണ് നോർമലി വരുന്നതായിട്ടുള്ളത്. അപ്പോൾ മറ്റ് മാറ്റേഴ്സ് എല്ലാം തന്നെ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ആർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? CBIക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ CBIയുടെ അധികാരം ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്ന വിഷയം ആക്ച്വലി സ്റ്റേറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് പോലീസിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള പോലീസിംഗ് ഉണ്ട്. അതായത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ലോ മേക്കിംഗ്, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ സ്റ്റേറ്റിൻ്റെ അധികാരത്തിലാണ്. സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഈ പോലീസ് ഒന്ന് കറപ്ഷൻ കേസുകളാണ്, രണ്ടാമത്തത് എന്താണ്, ഡൽഹിയിലെ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഡൽഹിയിലെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കീഴിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഡൽഹി എക്സിക്യൂട്ടീവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതല്ല. അപ്പോൾ ആക്ച്വലി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധാരണ ഒരു സ്റ്റേറ്റിലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് കയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ നോർമലി ഓർത്ത് വെക്കുക, നോർമലി സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ് എന്നോർത്ത് വെക്കുക. സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് നോർമലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആബ്സല്യൂട്ട് അല്ല എന്ന് ഓർത്ത് വെക്കുക. സെൻട്രൽ ഗവൺമെൻറ് തോന്നുവാണ് ആ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഉദാഹരണത്തിന് അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്, അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് പറയുകയാണ് നമ്മൾ അനുമതി തരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അധികാരം സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് വേണം എന്നുള്ളത് അബ്സല്യൂട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. നോർമലി ഫെഡറൽ സ്ട്രക്ചറിനെ ബഹുമാനിക്കേണ്ട ആവശ്യത്തിലേക്കായിട്ട്, അതായത് ഫെഡറൽ സ്ട്രക്ചറിനെ ബഹുമാനിക്കുക, സ്റ്റേറ്റിൻ്റെ അധികാരത്തെ ബഹുമാനിക്കുക. ഫെഡറലിസം പ്രകാരം പോലീസിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ്. സോ ഫെഡറൽ സ്ട്രക്ചർ പ്രകാരം അല്ലെങ്കിൽ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ പ്രകാരം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? CBI സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ സ്റ്റേറ്റിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫെഡറൽ ക്യാരക്ടർ പ്രകാരം CBI പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫെഡറൽ നേച്ചർ പ്രകാരം സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങളുടെ കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം ഈ കൺസെൻറ്റ് ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി വരും? CBIനെ വിടാൻ വേണ്ടി വരും. അപ്പോൾ ആക്ച്വലി ഇവിടെ വെസ്റ്റ് ബംഗാളിൽ അവിടെ CBIയുടെ ഇൻവോൾവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്, പക്ഷേ CBI കൺസെൻറ്റ് ഇല്ലാതെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ അത്ര
CBIക്ക് അതിൻ്റെ അധികാര പരിധികളിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു രാജ്യ താല്പര്യവും നോക്കണം, അതേസമയത്ത് സ്റ്റേറ്റിൻ്റെ താല്പര്യവും നോക്കണമെങ്കിൽ കൊലാബറേറ്റീവ് ഫെഡറലിസം എന്ന് പറയാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് സ്റ്റേറ്റുകളും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലൊക്കെ സഹകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നാഷണൽ ഏജൻസീസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ ഒരു ഗവർണൻസ് സ്ട്രക്ചറും മറ്റും ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു കൊലാബറേറ്റീവ് ഫെഡറലിസം ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ CBI എന്താണ് CBIയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് CBIനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ബ്രീഫായിട്ട് CBIനെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്, സോ അത് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള വിമനും അതായത് സെക്യുലർ റെമഡിക്ക് വേണ്ടിയിട്ടുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിഫോം സിവിൽ കോഡൊക്കെ വാർത്തയിൽ വരുന്ന സമയങ്ങൾ ഇത്തരം വാർത്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ആക്ച്വലി നമ്മൾ മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം വിമനുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച ഒരു നിയമത്തെക്കുറിച്ചും അതിലെ പ്രൊവിഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി സുപ്രീം കോടതി എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം വിമനും അതായത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ ഈ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ജീവനാംശം, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ, ജീവിക്കാൻ വരുമാനം എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ജീവിക്കാൻ പൈസ ഭർത്താവ് കൊടുക്കണം. ഇതാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി സെക്ഷൻ 125 പ്രകാരം എന്തുണ്ട്, ഈ ജീവനാംശം കിട്ടാനുള്ള അധികാരം മുസ്ലിം സ്ത്രീകൾക്കുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സെക്ഷൻ 25 CRPC എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി കോടതി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ CRPC പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ് സെക്ഷൻ 125 എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു അധികാരം പ്രകാരം അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവേഴ്സ് ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രകാരം ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള വുമണ് മറ്റെല്ലാ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും കിട്ടുന്ന അവകാശങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കെല്ലാം തന്നെ ഒരേ അവകാശങ്ങൾ ലഭ്യമാണ് എന്നാണ് പറഞ്ഞത്. കാരണം 1986 ആക്ടിൽ സെക്ഷൻ 3 പറയുന്നുണ്ട് റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ഫോർ മെയിൻ്റനൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് മെയിൻ്റനൻസ് കൊടുക്കണം, ഹസ്ബൻഡിൻ്റെ മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാം ആയതുകൊണ്ട് അവിടെ ആക്ച്വലി ആ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം വുമണിന് ഇദ്ദത്ത് പീരീഡ് അല്ലെങ്കിൽ മാൻഡേറ്ററി വെയിറ്റിംഗ് പീരീഡിൽ മാത്രമേ ഈ ജീവനാംശം അല്ലെങ്കിൽ ഈ ഒരു മെയിൻ്റനൻസ് കൊടുക്കണ്ടു എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താ ഇദ്ദത്ത് പീരീഡ് അല്ലെങ്കിൽ മാൻഡേറ്ററി വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒന്നിക്കൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൈവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിർബന്ധിത പീരീഡിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജോലിയുടെ കേസിലൊക്കെ കൂളിംഗ് ഓഫ് പീരീഡ് എന്നൊക്കെ പറയും, അതായത് ഒരു നിർബന്ധിത പീരീഡിലേക്ക് ഇവർക്ക് മാരേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ പാറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഡിഫറെൻറ്റ് മാറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു മാൻഡേറ്ററി പീരീഡ് ഉണ്ട്. അപ്പോൾ ഈ മാൻഡേറ്ററി പീരീഡിനെയാണ് ഇദ്ദത്ത് പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഇദ്ദത്ത് പീരീഡിൽ ഇത്തരത്തിലുള്ള ജീവനാംശം കിട്ടില്ല എന്നാണ് പറയുന്നത്. ജീവനാംശം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇദ്ദത്ത് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ലോ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ജീവനാംശം കിട്ടുന്നതിന് അർഹതയില്ല, അല്ലെങ്കിൽ ജീവനാംശം കൊടുക്കണമെന്നില്ല. കാരണം അവർക്ക് വേറെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്നാണ് പ്രൊവിഷൻ. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഇൻ കേസ് ഒരു സ്ത്രീ ഇദ്ദത്ത് പീരീഡ് കഴിഞ്ഞതിന് ശേഷവും വിവാഹം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മന്ത്ലി മെയിൻ്റനൻസിനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്ഷൻ 25 CRPCയിലെ സെക്ഷൻ 125 പറയുന്നത് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫെയ്ത്ത് ഹസ്ബൻഡ് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക് മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ഹെർ ഫെയ്ത്ത്. അപ്പോൾ ആക്ച്വലി 1986 ലോ പ്രകാരമുള്ള പ്രൊവിഷൻ ഇദ്ദത്ത് പ്രകാരമുള്ള അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലോ പ്രകാരമുള്ള പ്രൊവിഷനാണോ അല്ല CRPC സെക്ഷൻ 125 പ്രകാരമുള്ള പ്രൊവിഷനാണോ ഫോളോ ചെയ്യേണ്ടതെന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു സെക്യുലർ പ്രൊവിഷനാണ്, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ അപ്ലിക്കബിൾ ആണ്. സോ മുസ്ലിം സ്ത്രീകൾക്കും വിവാഹം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിനുള്ള അവകാശവും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എനി ഡൈവോഴ്സ്ഡ് വൈഫ് ഹു ഹാസ് നോട്ട് റീമാരീഡ്, അതായത് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവർ റീമാരിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ് ഹസ്ബൻഡിൽ നിന്ന് മെയിൻ്റനൻസിനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി
പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ആക്ച്വലി 1986 ആക്ടിൽ പ്രകാരം മെയിൻ്റനൻസ്, അതായത് കുട്ടികൾക്കുള്ള മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്ക്, കുട്ടി ജനിച്ച് 2 വർഷത്തേക്കാണ് മെയിൻ്റനൻസ് കൊടുക്കണം എന്ന് പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് സെക്ഷൻ 125 CRPC പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡ് ടു പേ ഫോർ ദെയർ ചിൽഡ്രൻ ടിൽ അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി, അതായത് 18 വയസ്സ് കഴിയുന്നത് വരെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, മെയിൻ്റനൻസ് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ അതിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CRPCയിലാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് മെയിൻ്റനൻസ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1986 ലോയെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ 125 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മുസ്ലിം സ്ത്രീകൾക്കാണ് ചോയ്സ് ആയിട്ടുള്ളത്. അതായത് അവർ ഡൈവേഴ്സ് ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒന്നിക്കൽ സെക്ഷൻ CRPC 125 വെച്ച് ഫയൽ ചെയ്യാം. സോ ദാറ്റ് അവർക്ക് ഒരുപാട് കാലത്തേക്ക് എന്ത് കിട്ടും, ഈ ഒരു മെയിൻ്റനൻസ് കിട്ടും. അല്ലെങ്കിൽ 1986 ആക്ട് വെച്ച് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് അവർക്ക് സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ റീമാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് CRPC 125 പ്രകാരം ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. അതേസമയത്ത് അവർക്ക് ഫൈനാൻഷ്യലി ടേക്ക് കെയർ ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങനെ ഒരു പൈസയുടെ ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് 1986 ആക്ട് പ്രകാരം ഇദ്ദത്ത് പീരീഡ് വരെ അവർക്ക് മെയിൻ്റനൻസ് കളക്ട് ചെയ്യാം. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യാം, കാരണം ഇദ്ദത്ത് പീരീഡിൽ അവർക്ക് മാരി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇദ്ദത്ത് പീരീഡിൽ മെയിൻ്റനൻസ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദത്ത് പീരീഡിൽ അവർക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഹസ്ബൻഡ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, 1986 ആക്ട് ആണ് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമായിട്ടുള്ള, CRPC ബാധകമല്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു CRPC ഇസ് കോമൺ പ്രൊവിഷൻ, എല്ലാവർക്കും ബാധകമാണ്. അത് ഇന്ന കമ്മ്യൂണിറ്റി റിലേറ്റഡ് അല്ല, അതൊരു സെക്യുലർ പ്രൊവിഷൻ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ആണ്. സോ ഇറ്റ്സ് എ ചോയ്സ് ഓഫ് ദ വുമൻ്റെ ചോയ്സ് ആണ് ഏത് ഫോളോ ചെയ്യണം എന്നുള്ളത്, ഏത് വെച്ചിട്ട് കേസ് ഫയൽ ചെയ്യണം എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. നേരത്തെ CBI ആണ് പ്രശ്നമെങ്കിൽ ഇവിടെ ഗവർണറാണ് പ്രശ്നം വരുന്നത്. ഗവർണറും ചീഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നമാണ് അടുത്തതായിട്ട് വരുന്നതായിട്ടുള്ളത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.